പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഇന്നേ ദിവസം ഈ രാവിലെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിക്കേണ്ടതിന് ലൈവിൽ വരുവാൻ സ്വർഗം ഒരുക്കി തന്ന നല്ല ഭാഗ്യ പദവികൾക്കായി കർത്താവിൽ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്ന ഒരു ആത്മീയ വെളിപ്പാട് ചിന്ത നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്താൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നെ ഈ ലൈവിൽ കാണുന്ന, ഈ വീഡിയോ കാണാൻ പോകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പലരുമായി ഷെയർ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ കർത്താവിൻ്റെ വചനത്തിനോ ഒരു നാളും മാറ്റം ഉണ്ടാകുകയില്ല. കർത്താവിൻ്റെ തിരുവചനം മാറ്റം ഉണ്ടാകുകയില്ല. മാറ്റമില്ലാത്ത ദൈവിക തിരുവചനം അല്പനേരം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്താൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ദൈവിക നിറവിലും ദൈവിക ദർശനത്തിലും ദൈവനിയോഗത്തിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ അമിതമായി അധികമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന് ധ്യാനിപ്പാനും ചിന്തിപ്പാനും തന്ന ദൈവിക വചനം ആവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാമത്തെ വചനമാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനമാണ് ചില മിനിറ്റുകൾ കർത്താവിൽ ആശ്രയിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. പ്രൈസ് ഗോഡ്. പ്രവാചകന്റെ വചനം, പ്രവാചകന് ദൈവം കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിൽ ദൈവ ശുശ്രൂഷകൾക്കൊരു വ്യവസ്ഥയുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും എല്ലാ രീതിയിലും ചെന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷകളും ദൈവ മുൻപാകെയും നിൽക്കാൻ തക്കവണ്ണമുള്ള ഒരു വ്യവസ്ഥ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി ദൈവം ഒരു കൂട്ടത്തെ, ഒരു ഗോത്രത്തെ ദൈവം കണ്ടിരുന്നു. ദൈവ പുരോഹിതനായിട്ട്, ദൈവ ശുശ്രൂഷകനായിട്ട്, ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ദൈവം ഒരു ഗോത്രത്തെ, ഒരു സമൂഹത്തെ ദൈവം കണ്ടിരുന്നു, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പൊക്കെ ഭയങ്കര മിറാക്കിളാണ്. പ്രൈസ് ഗോഡ്. ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുവനിൽ ദൈവ ശുശ്രൂഷകൾ കൈമാറുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ, ആ സമൂഹം തന്നെ, ആ ഗോത്രം തന്നെ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവം ജനത്തിന് എന്താണോ ഏൽപ്പിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നത് അത് അവൻ്റെ മേൽ, അവരുടെ മേൽ ദൈവം തെറ്റുകൂടാതെ കൈമാറും. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു ഉറപ്പിച്ചു പറയുന്നതെന്നാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ദൈവ താല്പര്യത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ദൈവ വ്യവസ്ഥകൾ ചിലരുടെ മുമ്പിൽ ദൈവം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. തെറ്റുകൂടാതെ, ദൈവിക വ്യവസ്ഥകളെ തെറ്റിക്കാതെ, ദൈവിക താല്പര്യങ്ങളും ദൈവിക കൃപാവരങ്ങളും ദൈവിക അഭിഷേകങ്ങളും നന്നായി കൈകാര്യം ചെയ്യുന്ന ദൈവ ശുശ്രൂഷകന്മാരെ ദൈവം ഈ കാലഘട്ടത്തിലും എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്.
പ്രൈസ് ഗോഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാരെ, ആ തെറ്റുകൂടാത്ത, ആ വ്യവസ്ഥ തെറ്റാത്ത, ആ തെരഞ്ഞെടുപ്പ് തെറ്റാത്ത, ആ വിളി തെറ്റാത്ത ഒരു വിളി, സ്വർഗീയ വിളി നിങ്ങളുടെ മേൽ ദൈവം കൈമാറിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ഇപ്പോഴത്തെ ലൈഫ് നോക്കി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കി, ഇപ്പോഴത്തെ നമ്മുടെ കഷ്ടതകളും ഞെരുക്കങ്ങളും നോക്കി ആ ദൈവ വ്യവസ്ഥയെ, ആ ശുശ്രൂഷയെ, ആ പ്രവചനത്തെ, ആ ദൈവിക കൃപാവരത്തെ നമ്മൾ ചെറുതായിട്ട് കാണണ്ട. ദൈവമാണോ തിരഞ്ഞെടുത്തത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തമാണോ നിങ്ങളുടെ മേൽ ആ വിളി ഭരമേൽപ്പിക്കപ്പെട്ടത്? എന്നാൽ കേട്ടോ, നിങ്ങൾ പുറത്തു വരാൻ സമയമായി. ഹല്ലേലൂയ. നിങ്ങൾ അഭിഷേകത്തോടെ ഉപയോഗിക്കപ്പെടാൻ സമയമായി. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവത്തിൻ്റെ അഭിഷേകത്തിലും അധികാരത്തിലും നിങ്ങൾ ആമേൻ അനേകരെ ക്രിസ്തുവിൽ എഴുന്നേൽപ്പിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. എന്തെന്നാൽ സ്വർഗീയ വിളി, സ്വർഗീയ തെരഞ്ഞെടുപ്പ് ദൈവം നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പഴയ നിയമത്തിനകത്തൊരു ഗോത്രത്തിൽ നിന്നാണ് ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് പുറത്തെടുത്തത്. അത് മറ്റാരുമല്ല, ലേവി ഗോത്രമാണ്. പ്രൈസ് ഗോഡ്. ലേവി ഗോത്രത്തിൽ നിന്നും ദൈവം ഒരു പുരോഹിതനെ, ഒരു പ്രവാചകനെ, ഒരു ശുശ്രൂഷകനെ ദൈവം പുറത്തെടുക്കുമ്പോൾ ദൈവിക ദർശനങ്ങളും ദൈവിക സ്വപ്നങ്ങളും ഈ പുരോഹിതനിലാണ്. പ്രൈസ് ഗോഡ്. ആമേൻ, ആമേൻ. ഒരു ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ പ്ലാനിൽ ദൈവത്തിൻ്റെ പകരക്കാരനായി നിൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവം നോക്കുന്നത് ആ പുരോഹിതനെയാണ്, ആ പ്രവാചകനെയാണ്, ആ ശുശ്രൂഷകനെയാണ്. കാരണം ദൈവത്തിൻ്റെ സ്വപ്നം, ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ വിളി ആ പുരോഹിതനിൽ, ആ പ്രവാചകനിൽ, ആ ഇടയനിൽ ഭരമേൽപ്പിച്ചതുകൊണ്ട് ദൈവം നോക്കുന്നത് ശുശ്രൂഷകരെയാണ്. പ്രൈസ് ഗോഡ്. ഇന്നും ദൈവം അതേ കണ്ണുകൊണ്ട്, അതേ വ്യവസ്ഥ കൊണ്ട് പുരോഹിതന്മാരെ, ശുശ്രൂഷകന്മാരെ നോക്കുകയാണ്. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ വ്യവസ്ഥകൾ, ദൈവം കൊടുത്ത വിളികൾ, ദൈവം ഭരമേൽപ്പിക്കപ്പെട്ട കൃപാവരങ്ങൾ, ഞാൻ അവർക്ക് കൊടുത്ത എല്ലാ ദാനത്തിനും പുരോഹിതന്മാരെ, ദൈവ ശുശ്രൂഷകന്മാരെ ദൈവം നോക്കുന്നത് ദൈവ വ്യവസ്ഥയോടുകൂടി ഒരു ശുശ്രൂഷ അവരിൽ നിന്നും പുറപ്പെടുന്നുണ്ടോ എന്നാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എല്ലാവരും അങ്ങനെ ദൈവം തിരഞ്ഞെടുക്കുന്നേ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒരു പുരോഹിതനിൽ, ഒരു പ്രവാചകനിൽ, ദൈവം ഏൽപ്പിക്കപ്പെട്ട വിളിയുള്ളവനിൽ ദൈവം ഭാരമേൽപ്പിക്കുമ്പോൾ ദൈവം നോക്കുന്ന ആ ശുശ്രൂഷയാണ്, ആ വിളിയാണ്. അങ്ങനെ ലേവി ഗോത്രത്തിൽ നിന്നും ദൈവം ഒരു പ്രവാചകനെ പുറത്തെടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ദേശത്ത് ഒരു പ്രവാചകനുണ്ടെങ്കിൽ, ദൈവവ്യവസ്ഥയോട് തെറ്റാതെ, ദൈവകൽപ്പനയോട് മറുതലിക്കാതെ, ദൈവസ്നേഹത്തിൽ, ദൈവകൃപാവരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ നിന്റെ സഭയിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ദേശത്തുണ്ടെങ്കിൽ, അത് മറ്റാരുടെയോ ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ പുറത്തു വന്നതല്ല. ദൈവത്തിൻ്റെ ഇഷ്ടപ്രവാചകൻ, ദൈവത്തിൻ്റെ സ്വപ്നമാണ്, ദൈവത്തിൻ്റെ താല്പര്യമാണ്, ദൈവത്തിൻ്റെ വിളിയാണ് ആ പ്രവാചകനെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ആമേൻ. പ്രൈസ് ഗോഡ്. ലേവി ഗോത്രത്തിൽ നിന്ന് ഒരു പ്രവാചകൻ പുറത്തു വരികയാണ്. പ്രൈസ് ഗോഡ്. 18-ാം അധ്യായം 1 മുതൽ താഴേക്ക് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നു: ഒരു ലേവി ഗോത്രത്തിൽ നിന്നും ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു പുരോഹിതന്, ശുശ്രൂഷകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു പ്രവാചകന് ഒരു സ്ഥലമുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവം ആക്കി വെക്കുന്ന ഒരു ഇടമുണ്ട്. പ്രൈസ് ഗോഡ്. പ്രിയരെ, ദൈവം തിരഞ്ഞെടുത്ത ശുശ്രൂഷകന്മാരോട്, ദൈവത്താൽ വിളിയുള്ള ശുശ്രൂഷകന്മാരോട്, ആമേൻ, ഹല്ലേലൂയ, ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തോട് പറയുന്നു, ശുശ്രൂഷകന്മാർക്ക് ഒരു ഇടമുണ്ട്. പ്രൈസ് ഗോഡ്. എല്ലാ രീതിയിലും പോയി, എല്ലാ സ്ഥലത്തും പോയി ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിയുള്ള, ദൈവിക തെരഞ്ഞെടുപ്പുള്ള, സ്വർഗീയ തെരഞ്ഞെടുപ്പുള്ള ആർക്കും ആമേൻ
ദൈവത്താൽ നിയമിക്കപ്പെടാത്തൊരു സ്ഥലത്ത് കയറി ഇരിക്കാനോ പ്രവർത്തിക്കാനോ വ്യവസ്ഥയില്ല. പ്രൈസ് ഗോഡ്. എല്ലായിടത്തും പോയി കൈ കൊടുക്കാൻ വ്യവസ്ഥയില്ല. എല്ലാവരുടെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിപ്പാൻ വ്യവസ്ഥയില്ല. ദൈവത്താൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർക്ക് ഒരു ഇടമുണ്ട്. ലേവി ഗോത്രത്തിൽ നിന്ന് ഒരു പ്രവാചകൻ പുറത്തു വരുമ്പോൾ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടി ആ പ്രവാചകനോട് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകനെ, നിനക്ക് എല്ലാ സ്ഥലത്തും പോകേണ്ട കാര്യമില്ല, നിനക്ക് ഞാനൊരു സ്ഥലം തരാൻ പോവുകയാണ്. ഓ സ്തോത്രം. ആമേൻ. എൻ്റെ ദുഃഖത്തോടെ ഭാരത്തോടെ നെടുവീർപ്പോടെ കഴിഞ്ഞ നാളുകളിലുണ്ടായ ശുശ്രൂഷയുടെ മുന്നേറ്റമില്ലാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയോ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങൾക്കൊരു ഇടമുണ്ട്, നിങ്ങൾക്കൊരു സ്ഥലമുണ്ട്, നിങ്ങൾക്കൊരു കൂട്ടമുണ്ട്, നിങ്ങൾക്കൊരു രാജ്യമുണ്ട്. ദൈവം നിങ്ങളെ ആക്കി വെക്കുന്നോട് സ്തോത്രം കാലം ദൈവത്തിൻ്റെ വ്യവസ്ഥയോടും ദൈവത്തിൻ്റെ കൽപ്പനയോടും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം തരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു ഇടം തരാൻ പോവുകയാണ്. ആമേൻ. അപ്പം ലേവി പുരോഹിതനായ ഗോത്ര വിഭാഗമായ അല്ലെങ്കിൽ ദൈവിക കോളിംഗ് നിറഞ്ഞു നിൽക്കുന്ന ആ വിഭാഗത്തിൽ നിന്നും ഒരു പ്രവാചകൻ പുറത്തു വരുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ഒരു പ്രവാചകന് ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു സ്ഥലമുണ്ട്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചില സ്ഥലങ്ങൾ തരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ട ചില ഏരിയകൾ തരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്താൽ ദൈവിക ദർശനത്തോടും സ്വപ്നത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കാത്തിരിക്കുന്ന ദൈവദാസനെ നിങ്ങൾക്ക് ദൈവം ഒരു രാജ്യത്തിലേക്ക് നിങ്ങളെ പറഞ്ഞു വിടാൻ പോവുകയാണ്. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ആ കോമ്പൗണ്ട്, ആ ഏരിയ നിങ്ങളുടെ മേൽ ദൈവം കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമാണ് പ്രവാചകനെ പറഞ്ഞു വിടുന്നത്. ആ സ്ഥലത്തേക്ക്, ആ ഏരിയയിലേക്ക് ദൈവമാണ് ഒരാളെ, പ്രവാചകനെ ആ ഏരിയക്കകത്ത് നിയമിക്കുന്നത്. സ്തോത്രം. ഇനി ദൈവം ആക്കി വെച്ച ദേശത്തിൻ്റെ അകത്തൊരു പ്രവാചകൻ വരുമ്പോൾ ആ പ്രവാചകന് ദൈവം ചില വ്യവസ്ഥകൾ കൊടുക്കുന്നുണ്ട്. ഒരു വിളി വീണു, ഒരു അഭിഷേകം വീണു, ഒരു ശുശ്രൂഷയുടെ താലന്ത് ആ പുരോഹിതന്, ആ പ്രവാചകന് ലഭിക്കപ്പെട്ടു എന്നോർത്ത് സ്തോത്രം ആരും സന്തോഷിക്കേണ്ട. ദൈവത്തിൻ്റെ വ്യവസ്ഥ ഒരുവനിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ കോളിംഗ് ഒരുവനിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ ശുശ്രൂഷ ഒരുവനിൽ വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ദൈവം ചില വ്യവസ്ഥകൾ, ചില നിയമ നടപടികൾ വെക്കുന്നുണ്ട്. സ്തോത്രം. പ്രവാചകന് ഒരു സ്ഥലമുണ്ട്, പ്രവാചകന് ഒരു ദേശമുണ്ട്. അടുത്ത വചനം 18-ാം അധ്യായം പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഒരു ദേശത്ത്, ഒരു ഏരിയയിൽ ദൈവം ഒരു പ്രവാചകനെ നിയമിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ പ്രവാചകൻ ആ ദേശത്ത് എത്തിയാൽ, ആ പ്രവാചകൻ ആ കൂട്ടത്തിലെത്തിയാൽ, ആ പ്രവാചകൻ ഒരു രാജ്യത്തിൽ എത്തിയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിളിയും ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ അഭിഷേകമുള്ള നീ, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ പുരോഹിത, പ്രൈസ് ഗോഡ്, വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, നീ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ, നീ ഒരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ, നീ അവിടുത്തെ ജാതീയ വ്യവസ്ഥ നിന്റെ ജീവിത സ്റ്റൈലാക്കി മാറ്റരുത്. പ്രൈസ് ഗോഡ്. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ സംസാരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. പുതിയ നിയമത്തിൽ കൊരിന്തിയ സഭ, എബ്രായ സഭ, എഫസോസ് സഭ, ഗലാത്യ സഭ എല്ലാം എടുത്ത് പരിശോധിച്ച് പഠിച്ചു നോക്കിക്കേ. ദൈവത്തിൻ്റെ വ്യവസ്ഥയോടും ദൈവത്തിൻ്റെ അഭിഷേകത്തോടും ദൈവത്തിൻ്റെ കൽപ്പനയോടും സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വളർത്തപ്പെട്ട ദൈവത്താൽ നിയമിക്കപ്പെട്ട സഭകളാണ് ഇവകളെല്ലാം. പക്ഷേ ഏതൊക്കെയോ സന്ദർഭത്തിൽ ഏതൊക്കെയോ വ്യക്തി സഭയിൽ കടന്നുകൂടിയത് മൂലം ഏതൊക്കെയോ ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും യേശുവിനെ അംഗീകരിച്ച് വന്ന് സഭയ്ക്കകത്ത് ആരാധന വർദ്ധിച്ച്, ആമേൻ, ആരാധനയുടെ അഭിഷേകം വർദ്ധിച്ച് കുറച്ചു നാളുകൾ പോയപ്പോൾ കൊരിന്ത്യ സഭയ്ക്കകത്ത് മനുഷ്യാത്മാവ് വന്നു.
ഗലാത്യ സഭയ്ക്കകത്ത് ആമേൻ ആമേൻ ചില ക്ഷുദ്രപ്രയോഗം, ജാതീയ വ്യവസ്ഥകൾ വന്നു. പ്രൈസ് ഗോഡ്. എബ്രായ സഭയ്ക്കകത്ത് യാഗങ്ങൾ കടന്നുകൂടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു യാഗവും ഇനി നിവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇനി നിവർത്തിക്കുക വേണ്ട എന്ന് പറഞ്ഞ് ആമേൻ പരമയാഗമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എബ്രായ സഭ ഉണർന്നെങ്കിലും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ കോഴിവെട്ടും മാടുവെട്ടും എല്ലാം അവിടെ ഉടലെടുത്തു. സഭ ചിന്നാഭിന്നമായി മാറി. ആമേൻ. പഴയ നിയമത്തിൽ ലേവി പുരോഹിതൻ നിന്നും ലേവി ഗോത്രത്തിൽ നിന്നും ഒരു പ്രവാചകനെ ദൈവം പുറത്തെടുത്തിട്ട് പറയുകയാണ്, നിന്നെ ഒരു ദേശത്താക്കുമ്പോൾ, നിന്നെ ഒരു കുടുംബത്താക്കുമ്പോൾ, നിന്നെ ഒരു സഭയിലാക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ആ ദേശത്തിൻ്റെ അകത്ത ജാതീയ വ്യവസ്ഥ നീ പഠിക്കരുത്. പ്രൈസ് ഗോഡ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ജാതീയ വ്യവസ്ഥ നീ പഠിക്കരുത്. ദൈവത്തിന്റെ വ്യവസ്ഥ നീ അങ്ങോട്ട് കൊടുക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ കൽപ്പന നീ അങ്ങോട്ട് കൊടുക്കണം. ദൈവത്തിന്റെ ശുശ്രൂഷ നീ അങ്ങോട്ട് കൊടുക്കണം. ദൈവത്തിന്റെ സ്നേഹം നീ അങ്ങോട്ട് കൊടുക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. പുരോഹിതനോട്, പ്രവാചകനോട് പറയുകയാണ്, നിനക്കൊരു ഏറിയ തരും, നിനക്കൊരു ദേശം തരും, നിനക്കൊരു ഒരു സഭ തരും, നിനക്കൊരു രാജ്യത്തിലേക്ക് ദൈവം പറഞ്ഞു വിടും. പക്ഷെ ഒറ്റ കണ്ടീഷൻ, അവിടുത്തെ ചില ജാതീയ വ്യവസ്ഥ നീ പഠിക്കാൻ പോകല്ലേ. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ്. 18-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം അതിമഹത്തമായ വചനമാണ്. പ്രൈസ് ഗോഡ്. 18-9. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ എത്തിയ ശേഷം, പ്രൈസ് ഗോഡ്, അവിടുത്തെ ജാതീയ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. ഓ സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് താഴത്തെ വചനത്തിൽ എന്താ പറയുന്നത് അറിയുമോ? നിന്റെ മക്കളെ നീ സൂക്ഷിക്കണം, അതിലേക്ക് കടത്തിവിടല്. ഒരു പ്രവാചകൻ കുടുംബത്തോടെ, ഒരു പ്രവാചകൻ, ഹല്ലേലൂയ, ഒരു കുടുംബത്തോടെ ഒരു ഏരിക്കകത്ത് താമസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവാചകനെ, ആ വിളിയുള്ള അപ്പോസ്തലനെ, വിളിയുള്ള ഇടയനെ, ആ വിളിയുള്ള ഉപദേഷ്ടാവെ നോക്കി പരിശുദ്ധാത്മ വചനത്തിൽ കൂടി പറയുകയാണ്, നിനക്ക് തന്ന ഏറിയാണ്, നിനക്ക് തന്ന ദേശമാണ്. ഒറ്റ കണ്ടീഷൻ, അവിടുത്തെ ജാതി വ്യവസ്ഥ നീ പഠിക്കരുത്, നിന്റെ മക്കളെ നീ നോക്കിക്കോണം. അപ്പൊ ഇത്തരം കാര്യം മനസ്സിലായി. പുരോഹിതന് മക്കളുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് പല പുരോഹിതന്മാരും മക്കളില്ലാതെ പുരോഹിതൻ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചില ജാതീയ വ്യവസ്ഥ വെക്കുമ്പോൾ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഒരു പുരോഹിതനെ തിരഞ്ഞെടുക്കുമ്പോൾ നീ ജാതി വ്യവസ്ഥ പഠിക്കരുത്, നിന്റെ മക്കളെ അതിലേക്ക് വിടല്. ഇന്നത്തെ ശുശ്രൂഷകന്മാരുടെ തലമുറകൾ മുഴുവനും ദൈവിക വ്യവസ്ഥയെ തെറ്റിച്ച്, ഹല്ലേലൂയ, ജാതീയപരമായ കൂട്ടുകൾ പിടിച്ച്, ആമേൻ, വിളിയുള്ള അപ്പന്മാരെ, കോളിംഗ് ഉള്ള പ്രാർത്ഥനാ ജീവിതമുള്ള മാതാപിതാക്കളുടെ ശുശ്രൂഷയെ വഴിതെറ്റിക്കത്തക്ക നിലയിൽ മ്ലേച്ഛതയിട്ട് പോരാടി പല പുരോഹിതന്മാരെയും പ്രവാചകന്മാരുടെ അവരുടെ തലമുറകളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ശാസിച്ച്, ഹല്ലേലൂയ, ഒരു കൂട്ടം തലമുറകളെ ദൈവപ്രവാചകൻ എന്ന നിലയിൽ, ദൈവിക വ്യവസ്ഥ എന്ന നിലയിൽ, ദൈവിക വിളി എന്ന നിലയിൽ ദൈവിക കൂട്ടുപിടിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ദേശത്ത് ദൈവ വിളിക്ക് വേണ്ടി നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, പുരോഹിത, നിന്റെ മക്കളെയും നീ അതിലേക്ക് വിടല്. പുരോഹിതനാ, പ്രവാചകനാ, ഇടയനാ, മക്കളെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കുടുംബത്തെ ശ്രദ്ധിക്കണം. പുരോഹിതന്മാരുടെയും തലമുറകളുടെയും മക്കൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒരു സ്ഥലത്തിരുന്ന്, ഒരു റൂമിലിരുന്ന് അവരുമായി ഒന്ന് ചർച്ച നടത്തണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ വിളി നമ്മുടെ മേലുണ്ട് ദൈവദാസനെ. ദൈവത്തിന്റെ കോളിംഗ് നമ്മുടെ മേൽ അമിതമായി വർദ്ധിച്ചു വരുന്നു ദൈവദാസനെ. ദൈവിക പ്രവാചകന്മാരും ദൈവിക അഭിഷേകവും നമ്മുടെ അകത്ത് കിടന്നിങ്ങനെ കത്തുകയാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ തലമുറകളെ ശ്രദ്ധിക്കാതെ പോകരുത്. ഏലി പുരോഹിതന് പറ്റിയ അബദ്ധം ഈ തലമുറയിൽ നമുക്ക് പറ്റാതിരിപ്പാൻ നമ്മുടെ തലമുറകളെ, നമ്മുടെ രക്തത്തിൽ നിന്നും ജനിച്ച നമ്മുടെ പൊന്നോമനകളെ ചേർത്ത് പിടിക്കാൻ പരിശുദ്ധാത്മാവിൽ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഏലി പുരോഹിതനാണ്. ഏലി പുരോഹിതന് അഭിഷേകമുണ്ട്.
ഏലി പുരോഹിതന് സഭയുണ്ട്. പ്രാർത്ഥിക്കുന്ന ഹന്നയുടെ വീട്ടിൽ നിരന്തരം സന്ദർശനം ഒക്കെ നടത്തുന്നുണ്ട്. നിരന്തരം വീട്ടുപ്രാർത്ഥനയുണ്ട്. നിരന്തരം യാഗങ്ങൾ നടത്തുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ തലമുറകൾ യാഗത്തിനില്ല, തലമുറകൾ പ്രാർത്ഥനയ്ക്കില്ല, തലമുറകൾ വിളിക്കകത്തില്ല, തലമുറകൾ അഭിഷേകത്തിലില്ല, തലമുറകൾ വഴിതെറ്റിപ്പോകുന്നു. പ്രൈസ് ഗോഡ്. ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നമുക്ക് വിളിയുള്ളപ്പോൾ തന്നെ, നമുക്ക് അഭിഷേകമുള്ളപ്പോൾ തന്നെ, നമുക്ക് സഭകളുള്ളപ്പോൾ തന്നെ, നമുക്ക് കൂട്ടുസ്നേഹിതർ ഉള്ളപ്പോൾ തന്നെ, നമുക്ക് റെസ്റ്റില്ലാതെ യാത്രകൾ ഉള്ളപ്പോൾ തന്നെ മറന്നു പോകരുത് നമ്മുടെ തലമുറകളെ ചേർത്ത് പിടിക്കാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രവാചകനെ നോക്കി വിശുദ്ധ തിരുവെഴുത്തിലൂടെ യഹോവയായ ദൈവം വിളിച്ചു പറയുകയാണ്, ദേശത്തിന്റെ അകത്ത് മ്ലേച്ഛതയ്ക്കകത്തേക്ക് നിന്റെ തലമുറകളെ വിടല്. പ്രൈസ് ഗോഡ്. ശുശ്രൂഷകളൊക്കെ അമിതമായി ചെയ്യുന്നു. വലിയ പ്രവചനമാണ് നടത്തുന്നത്. വലിയ കൃപാവരത്തിന്റെ ശുശ്രൂഷകളാണ് ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെയ്യുന്നത്. പരസ്യയോഗത്തിലൊക്കെ നിന്ന് പ്രസംഗിച്ച് മാനവരാശിക്ക് വേണ്ടി യാഗമൊരുക്കി തന്ന ക്രിസ്തുവിന്റെ ആ മാറ്റമില്ലാത്ത സുവിശേഷം വഴിയോരത്ത് നിന്ന് പ്രസംഗിക്കാൻ നമുക്ക് തൻ്റെ ഇടമുണ്ട്. പക്ഷേ മറന്നു പോകരുത് നമ്മുടെ തലമുറകൾ നശിക്കാൻ. പ്രൈസ് ഗോഡ്. അവരെ ചേർത്ത് പിടിക്കണം. ശുശ്രൂഷകൾക്ക് വേണ്ടി കൈത്താങ്ങുവാൻ അവരോട് പ്രോത്സാഹം കൊടുക്കണം. ഹല്ലേലൂയ. അവരേത് രാജ്യത്തിലായിക്കൊള്ളട്ടെ, അവർ ഡോക്ടർ ആയിക്കൊള്ളട്ടെ, അവർ ജോലി ചെയ്യട്ടെ എന്ന്, അവർ നന്നായി പഠിക്കട്ടെ എന്ന്. എന്നാൽ അവരുടെ നിപ്പ്, അവരുടെ സ്തോത്രം, ആ കോമ്പൗണ്ട്, അവരുടെ ഏറിയ ദൈവരാജ്യമായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ഒരു കാലഘട്ടത്തിൽ ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിരന്തരം കേൾക്കുന്നവരാണ് ദൈവദാസന്മാരുടെ തലമുറ പല വിപത്തിന്റെ അകത്ത്, പല പാപത്തിന്റെ അകത്ത് വീണുപോകുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു ദൈവദാസനുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കര യാത്രകളായിരുന്നു, ഞാൻ റെസ്റ്റില്ലായിരുന്നു. വീട്ടിൽ വന്നാൽ പിറ്റേ ദിവസം എനിക്ക് യാത്ര, വീട്ടിൽ വന്നാൽ ഓൺലൈൻ മീറ്റിങ്ങുകൾ. പ്രൈസ് ഗോഡ്. പക്ഷേ എൻ്റെ പിള്ളേര് എന്നെ വിട്ട് അകന്നു പോയി, ആരാധനയ്ക്ക് വരുന്നില്ല, മദ്യപാനത്തിലും വെറിക്കൂത്തിലും അകപ്പെട്ടു പോയി. എൻ്റെ മക്കളെ നോക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടും ഞാൻ അതിനു വേണ്ടി നിന്നില്ല. കാരണം അവരെൻ്റെ കൂടെ നിൽക്കുമെന്ന് ഓർത്തു. ഇല്ല കേട്ടോ, മ്ലേച്ഛതയിലേക്ക് കൊണ്ടുപോകുവാൻ, പാപത്തിൻ്റെ പടുകുഴിലേക്ക് തലമുറകളെ വലിച്ചു കൊണ്ടുപോകുവാൻ, ഇരുട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് തള്ളി വീഴ്ത്തുവാൻ പിശാചിൻ്റെ ലോകം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രവാചക, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപദേഷ്ടാവേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനെ, നമ്മുടെ തലമുറകളെ ചേർത്ത് നിർത്തി ഹല്ലേലൂയ അവരോട് ബുദ്ധി ഉപദേശിപ്പാൻ, തിരുവചനത്തെ അവരുടെ മുമ്പാകെ ഒന്ന് വിളംബരം ചെയ്യുവാൻ, അവരെ ഒന്ന് ചേർത്ത് നിറ്റുവാൻ, അവരെ ഒന്ന് മാർവോട് ചേർത്ത് പിടിക്കുവാൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയ്ക്കകത്തേക്ക് ഒരു പ്രാവശ്യം കൂടി അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. പ്രവാചകനെ നോക്കി കർത്താവ് പറയുക, ദേശത്തിന്റെ മ്ലേച്ഛതകൾ നിന്റെ തലമുറയ്ക്കകത്തേക്ക് വരല്ല. ആമേൻ. തലമുറകളെ നശിപ്പിക്കുന്ന പൈശാചിക ലോകത്തിലാണ് ജീവിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ. പ്രൈസ് ഗോഡ്. ഇത് ദുഷ്ടലോകമാണ്. എങ്ങനെയും വഴിതെറ്റിക്കാൻ ആ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് സെറ്റ് മതി. പ്രൈസ് ഗോഡ്. നിരന്തരം ന്യൂസുകൾ, നിരന്തരം പത്രമാധ്യമങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പോലും ആശ്ചര്യപ്പെടുന്ന ന്യൂസുകളാണ് നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്ത ഒരു ന്യൂസാണ്. കാമുകിയുടെ അടുത്തേക്ക് ഒരു കാമുകൻ വരുന്നു. ആ കാമുകിയെ അവൻ അവൻ്റെതായ ലോകത്തിലേക്ക് അവൻ താല്പര്യപ്പെടുത്തുന്നു. മോശമില്ലാത്ത പ്രവർത്തനം റൂമിൽ ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അവരാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ ആ കാമുകിയുടെ കഴുത്തിൽ അവൻ കത്തികയറ്റുന്നു. പ്രൈസ് ഗോഡ്. കാമവിളയാട്ടം നടത്തുമ്പോൾ അതേ മനോഭാവത്തോടു കൂടി വെറിക്കൂത്തിന്റെ അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊല്ലണമെന്ന ക്രൂര മനസ്സും മനുഷ്യഹൃദയത്തിൽ വിളയാട്ടം നടത്തുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ നിന്റെ സമയം നീ തക്കത്തിൽ ഉപയോഗിക്കണം. നീ പ്രവാചകനായിരിക്കാം, ശുശ്രൂഷകനായിരിക്കാം, ഒരുപാട് യാത്രകൾ നിരന്തരം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം.
യേശുവിൻ്റെ ലാവണ്യവാക്ക് അതങ്ങനെയാണ്. എന്നെ ഓർത്ത് നിങ്ങൾ കരയരുത്, നിങ്ങളും നിങ്ങളുടെ തലമുറയെ ഓർത്ത് നിങ്ങൾ കരയണം. പ്രൈസ് ഗോഡ്. ഒരു പ്രവാചകനോട് കർത്താവ് പറയുന്ന ദൈവശബ്ദമാണ്, നിന്റെ തലമുറകളെ മ്ലേച്ഛതയ്ക്കകത്തേക്ക് വിടല്ല. ഇതൊരു പൈശാചിക ബന്ധമാണ്. പ്രൈസ് ഗോഡ്. ഈ പൈശാചിക ലോകത്തിന് ഭയങ്കര കണക്ഷനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളെ തെറ്റിക്കുന്ന പൈശാചിക ലോകം നമ്മുടെ നിഴൽ പോലെ നമ്മുടെ തലമുറകളെ, ശുശ്രൂഷകളെ വീഴ്ത്തിക്കളയുവാൻ നോക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ പറയുകയാണ്, ദേശത്തിൻ്റെ അകത്ത മ്ലേച്ഛതയ്ക്കകത്ത് നീ ശ്രദ്ധ കൊടുക്കരുത്. പ്രൈസ് ഗോഡ്. ദേശത്തിൻ്റെ അകത്തുള്ള മ്ലേച്ഛതയ്ക്കകത്ത് നീ വീണു പോകല്ല. ദേശത്തിൻ്റെ അകത്ത മ്ലേച്ഛതയ്ക്കകത്ത് നിന്റെ തലമുറകളെ നീ വീഴ്ത്തിക്കളയല്ല. നിന്റെ പ്രവാചക, നീ നിന്റെ തലമുറകളെ പ്രവാചകണത്തിലേക്ക് ഇങ്ങ് ചേർത്ത് പിടിച്ചോണം. നാളെ ചിലപ്പോൾ നിന്റെ തലമുറകളും പ്രവചിക്കും. ദൈവരാജ്യത്തിൻ്റെ അകത്ത് കാണും, ദൈവിക ശുശ്രൂഷയ്ക്കകത്ത് കാണും. പ്രൈസ് ഗോഡ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 10-ാമത്തെ വചനത്തിൻ്റെ അകത്ത് ചില മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന പൈശാചിക ലോകത്തിൻ്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. തലമുറകൾ ഒരു പക്ഷേ ഒന്നല്ലെങ്കിൽ ഒന്നിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. നീ ഒരു പ്രവാചകനാണെങ്കിൽ വരാൻ പോകുന്നത് ഓർത്ത്, നിന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നത് ഓർത്ത് നീ നിന്റെ ദേശത്തിൻ്റെ അകത്ത് പ്രവചിക്കുന്നതിനെക്കാട്ടിലും നീ കുടുംബത്തിൽ പ്രവചിച്ചിരിക്കണം. പ്രൈസ് ഗോഡ്. കാരണം തലമുറകളെ വീഴ്ത്തിക്കളയുവാൻ ഒരു ഗ്യാങ് തന്നെ പൈശാചിക ലോകമുണ്ട്. പ്രൈസ് ഗോഡ്. ആ പൈശാചിക ലോകത്തിൻ്റെ ലിസ്റ്റ് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നുണ്ട്. നിന്റെ തലമുറകൾ വീണു പോകാതിരിപ്പാൻ ചില ലിസ്റ്റുകളെ പരിശുദ്ധാത്മാവ് തരികയാണ്. പ്രൈസ് ഗോഡ്. 1, അഗ്നിപ്രവേശം ചെയ്യുന്നവന്റെ അടുക്കലേക്ക് നിന്റെ തലമുറകൾ വീണുപോകാൻ സാധ്യതയുണ്ട്. പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞാതക്കാരൻ. പ്രൈസ് ഗോഡ്. ഒരു ലിസ്റ്റ് തന്നെ ദൈവാത്മാവ് തലമുറയ്ക്ക് കൈമാറിയാണ്. ഹാലലൂയ. നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ നീ ഒരു പ്രവാചകനാണെങ്കിൽ, ഹാലലൂയ, ഈ ജാതീയ വ്യവസ്ഥയ്ക്കകത്തേക്ക് നിന്റെ തലമുറകൾ പോകുന്നതിനെക്കാട്ടിലും നീ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ നീ നിന്റെ തലമുറകളെ നോക്കി പ്രവചിക്കണം. നിന്റെ സഭയെ നോക്കി നീ പ്രവചിക്കണം. നിന്റെ ദേശത്തെ നോക്കി പ്രവചിക്കണം. വരാൻ പോകുന്നതും സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചു കഴിയുന്നതുമായ ഹാലലൂയ വിഷയങ്ങളെ എടുത്ത് പ്രവചിക്കാൻ തക്കവണ്ണം നീ കൃപാവരത്തിന്റെ അകത്ത് തീ പോലെ കത്തണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രവാദത്തിൽ വചനത്തിൽ കൂടി ഇടപെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു ഗോത്രത്തിൽ നിന്ന് ദൈവം ഒരു പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറയാണ്, ദേശത്തിന്റെ സിസ്റ്റം നീ പിടിക്കരുത്, നിന്റെ തലമുറകളെ നീ നോക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്യുന്നവർ എല്ലാവരും, ഇതിൽ പോകുന്നവരെല്ലാവരും വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, കർത്താവിന് വെറുപ്പാകുന്നു. പ്രൈസ് ഗോഡ്. പ്രവാചകനാണ്, എന്നാൽ ഒരു കാലഘട്ടത്തിൽ ചില മണിക്കൂറുകൾ ചില ജാതി വ്യവസ്ഥയ്ക്കകത്തേക്ക് പോയി, അല്ലെങ്കിൽ മക്കൾ അങ്ങനെ പോയി. കർത്താവ് പറയാണ്, ഇങ്ങനെ ചെയ്യുന്നവരെ എനിക്കങ്ങ് വെറുപ്പാണെന്ന്. പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ അറപ്പാണെന്ന്. കർത്താവിന് പോലും നോക്കാൻ കഴിയാത്ത വിധത്തിൽ ജാതീയ വ്യവസ്ഥ കുടികൊത്തുവാഴുന്ന ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ വിളി കേട്ട് ദൈവശബ്ദം കേൾക്കുന്ന ദൈവദാസനെ തലമുറയുടെ മേൽ, സഭയുടെ മേൽ, ദൈവദാസനിന്മേൽ ഭാരമേൽപ്പിച്ചിരിക്കുന്നത് സ്വർഗീയ വിളിയാണ്. പ്രൈസ് ഗോഡ്. ഈ ഭൂമി ജീവിക്കുമ്പോൾ പല ബന്ധങ്ങൾ, നമുക്ക് സ്നേഹബന്ധങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പം ഞാൻ താമസിക്കുന്നിടത്ത് പീരുമേട്, ഇടുക്കി മേഖല എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹബന്ധമാണ്. അയൽവക്കക്കാരൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹബന്ധമാണ്. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അയൽവക്കം ആരാണെന്ന് പോലും അറിയത്തില്ല. പ്രൈസ് ഗോഡ്. ഐശൻ തിരുവല്ലയിൽ പോയപ്പോൾ അടുത്ത വീട്ടിൽ മരണം നടക്കുന്ന ഈ അടുത്ത വീട്ടുകാർ അറിഞ്ഞില്ല. ഞാൻ കിടന്ന ദൈവദാസന്മാരുടെ വീട്ടിൽ അറിഞ്ഞില്ല. അവർ അവിടെ ആളുകൾ വന്നും പോയി നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല. ലാസ്റ്റ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് പറഞ്ഞത് അവിടെ ഒരു അമ്മാമ മരിച്ചു പോയെന്ന്. പ്രൈസ് ഗോഡ്. ഇടുക്കി സംബന്ധിച്ച് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും. എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് ഭയങ്കര ബന്ധമാണ്. ഈ ബന്ധമുള്ളപ്പോൾ, ഈ സ്നേഹബന്ധം നിലനിൽക്കുമ്പോൾ,
ഈ ആത്മീയ ബന്ധം നിലനിൽക്കുമ്പോൾ ഒരു പ്രവാചകൻ എന്ന നിലയിൽ, ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ, ദൈവിക വിളിയുള്ള നിലയിൽ ജാതീയ വ്യവസ്ഥകൾ നിന്റെ തലമുറകളെയും നിന്നെയും കാർന്നു തിന്നുവാൻ ഇടയാകരുത്. പ്രൈസ് ഗോഡ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഒരു പ്രവാചകൻ, ഒരു ശുശ്രൂഷകൻ നിഷ്കളങ്കനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഒരു വിളി വീണു, പിന്നെ അഹങ്കരിക്കാം, ഞാൻ വലിയവനാണെന്നുള്ള മനോഭാവം എടുത്തു കളയണം. ദൈവത്തിന്റെ പ്രവാചകൻ എപ്പോഴും നിഷ്കളങ്കനായിരിക്കണം. കളങ്കമറ്റ കോമൺ എന്ന കർത്താവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്തൊരു കളങ്കമില്ലാത്ത മനുഷ്യൻ, ആരനുഗ്രഹിക്കപ്പെട്ടാലും മനസ്സിൽ അസൂയപ്പെടാത്ത ഒരേ ഒരു വ്യക്തി കർത്താവാണ്. അവന് ബിസിനസ് തുടങ്ങി, അവന് വാഹനം മേടിച്ചു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ കൂടെ നിൽക്കുന്നവർ പോലും അസൂയ പോലെ നോക്കും. എന്നാൽ കർത്താവില്ലേ, നിഷ്കളങ്കനാണ്. ഈ കർത്താവ് പറയാണ്, ഒരു പ്രവാചകൻ, ദൈവത്തിന്റെ വിളിയുള്ളവൻ, സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരൻ, പ്രൈസ് ഗോഡ്, അവൻ നിഷ്കളങ്കനായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ നിഷ്കളങ്കനായ പ്രവാചകൻ, ദേശത്തിന്റെ മ്ലേച്ഛതകൾ പിടിക്കപ്പെടാത്ത പ്രവാചകൻ, പ്രവാചകന്റെ തലമുറകൾ പ്രവാചകന്റെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നിൽക്കാൻ ത്രാണിയുണ്ട്, നിൽക്കാൻ ദൈവ പദ്ധതി ഉള്ള ഈ പ്രവാചകനോട് പരിശുദ്ധാത്മ പറയുകയാണ്, പ്രവാചക, നിനക്ക് പ്രവാചകന്റെ വിളിയുണ്ട്, നിനക്ക് ഭയങ്കര ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിന്റെ സ്വർഗീയ വിളിയുടെ ഓഹരിക്കാരനാണ് നീ. അതുകൊണ്ട് നീ പ്രവാചകൻ എന്ന നിലയിൽ നിന്റെ നാവിൽ തരാൻ പോകുന്നത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ഗോഡ്. 18-ാം അധ്യായം 18-ാമത്തെ വചനം, ആവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാമത്തെ വചനം. പ്രൈസ് ഗോഡ്. നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിൽ ആക്കും. പ്രൈസ് ഗോഡ്. ഒരു പ്രവാചകൻ ദേശത്ത് എഴുന്നേൽക്കുമ്പോൾ, ഒരു പ്രവാചകൻ ഒരു കുടുംബത്തിൽ എഴുന്നേൽക്കുമ്പോൾ, ഒരു പ്രവാചകൻ ഒരു സഭയിൽ എഴുന്നേൽക്കുമ്പോൾ, ദൈവം ആ പ്രവാചകനോട് ചെയ്യുന്ന നീതി പ്രവൃത്തി, ദൈവത്തിൻ്റെ വചനം അവനിൽ ഏൽപ്പിക്കും. വചനമാരാണ്? സാക്ഷാൽ ദൈവപുത്രനാണ്, സാക്ഷാൽ യേശു കർത്താവാണ്. യേശുവാകുന്ന വചനം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജഡമാകുന്ന യേശുവാകുന്ന വചനം, ഹല്ലേലൂയ, ഒരു പ്രവാചകന്റെ അധരത്തിൽ കൊടുക്കും. പ്രൈസ് ഗോഡ്. പ്രവാചകന്റെ അധരത്തിൽ വചനമുണ്ടെങ്കിൽ, പ്രവാചകന്റെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ, പ്രവാചകന്റെ സഭയിൽ വചന ശുശ്രൂഷ ഉണ്ടെങ്കിൽ, ആമേൻ, നിന്നെ ദേശത്തിലെ ഒരു മ്ലേച്ഛതകളും നിന്നെ വഴിതെറ്റിക്കത്തില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് പറയാ, ഒരു പ്രവാചകന്റെ അധരത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യും? വചനം കൊടുക്കും. വചനമാരാണ്? ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവമാകുന്ന വചനം ഒരു പ്രവാചകന്റെ ആദരത്തിൽ കൊടുക്കും. സദൃശവാക്യ പുസ്തകം പഠിച്ചു വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, വചനം നീ ഭക്ഷിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് നിന്റെ അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇത് തേനിലും തേൻകട്ടയിലും മധുരം ായിരിക്കും. നിന്റെ ഉദരത്തിലേക്ക് ഇത് പോകുമ്പോണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ഇത് ഭയങ്കര മധുരമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനം നീ ഭക്ഷിക്കാൻ തുടങ്ങിയാൽ, വചനം നീ ധ്യാനിക്കാൻ തുടങ്ങിയാൽ, നിന്റെ ശരീരത്തിന്റെ അകത്തുള്ള ചില രോഗങ്ങളെ പോലും കർത്താവ് സൗഖ്യമാക്കും. എന്നാൽ ദൈവമാണ് വചനം. ഹല്ലേലൂയ. വചനമാണ് ദൈവം. പ്രൈസ് ഗോഡ്. ഒരു പ്രവാചകന്റെ ആദരത്തിൽ ദൈവം കൊടുക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ഈ വചനം ഭക്ഷിക്കണം, ഈ വചനം ധ്യാനിക്കണം, ഈ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ പക്ഷേ മീറ്റിംഗിലായിരിക്കാം, യാത്രകളില്ലായിരിക്കാം, ഒരു പക്ഷേ താങ്കൾ ഒരു ദൈവം വിശ്വാസിയായി മാത്രം തുടർന്നയായിരിക്കാം. ആമേൻ. എന്നാൽ വചനത്തിന്റെ മുമ്പാകെ ഇരിക്കണം. ദൈവം നിങ്ങൾക്കൊരു സ്ഥലം തരും, ദൈവം നിങ്ങൾക്കൊരു ഏറിയ തരും, ദൈവം നിങ്ങൾക്കൊരു രാജ്യങ്ങൾ തരും. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് പറഞ്ഞു വിടുന്നിടത്തോളം കാലം ദൈവമാകുന്ന വചനത്തിന്റെ മുമ്പാകെ ഇരുന്നോണം. ഹല്ലേലൂയ. ഈ വചനത്തിൽ കൂടി ദൈവം സംസാരിക്കും.
ഈ വചനത്തിൽ കൂടി ദൈവം ഇടപെടും. ദൈവിക പ്രവചനങ്ങൾ വചനത്തിൽ കൂടി നിന്റെ നാവിൽ തരും. ദേശത്തെന്താ സംഭവിക്കാൻ പോകുന്നത്, സഭയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, സമൂഹത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒരു വ്യക്തിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, അത് ദൈവം വചനത്തിൽ കൂടി ഇടപെടും. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. 2-3 മാസത്തിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് ഒരു 3 വ്യക്തി വീട്ടിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി വന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരികയാണ്. വന്നത് കേരളത്തിൽ നിന്നല്ല, വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. പ്രാർത്ഥിച്ചു, പ്രാർത്ഥന ആരംഭിച്ചു. ആ പൈതലിന് 19 വയസ്സുണ്ട്, പെൺകുട്ടിയാണ്. ഈ 19 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ ജീവിതം ഈ മാതാവ് പറയുകയാണ്, ചില സമയത്തെല്ലാം കുഴഞ്ഞു വീഴും. കോളേജിലാണ് പഠിക്കുന്നത്, കോളേജിൽ കുഴഞ്ഞു വീഴും. ഹോസ്പിറ്റലിൽ ചെന്നും അസുഖമൊന്നുമില്ല. പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ചില ഈ ശരീരത്തിൽ നിന്നും ചില ദുരാത്മാക്കൾ ദൈവാത്മാവ് സൗഖ്യപ്പെടുത്തി ഭക്ഷണമൊക്കെ കഴിച്ചു, ചായ കുടിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അടിനോർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് കല്യാണമെന്തോ ആലോചിച്ചു വച്ചിരിക്കുന്നുണ്ടല്ലോ, ആ വ്യക്തിയെ സ്തോത്രം ദൈവാത്മാവെനിക്ക് ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ കൂടെ വന്ന ഈ സഹോദരൻ ഈ കുഞ്ഞുമായിട്ട് പ്രേമത്തിലാണ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ വന്നതാണ്. രഹസ്യങ്ങളെപ്പോലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ദൈവദാസന്മാരുടെ മുമ്പിൽ പല വേഷക്കെട്ടോടുകൂടി, പല സ്വഭാവത്തോടുകൂടി, പല ജീവിത സാഹചര്യത്തിൽ വളർത്തപ്പെട്ട വ്യക്തികൾ കടന്നു നിന്ന് പ്രാർത്ഥനകൾക്ക് വേണ്ടി മുട്ടുമടക്കിയേക്കാം. പക്ഷെ ദൈവിക പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ അഭിഷേകത്തോടുകൂടി ദൈവത്തിൻ്റെ വചനവുമായി പൊരുത്തപ്പെട്ട് അവരുമായി ഒന്ന് ഷെയർ ചെയ്താൽ ചില രഹസ്യങ്ങളെപ്പോലും പരിശുദ്ധാത്മാവ് പ്രവാചകനോട് കൈമാറും. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഏത് കാറ്റഗറിയിലും ഏത് സ്വഭാവത്തിലുമാണ്, ഏത് ജീവിതവുമായി ജീവിച്ച വ്യക്തിയാണ് ഒരു പുരോഹിതന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്നതെന്നറിയത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന, വചനം ധ്യാനിക്കുന്ന ദൈവദാസനെ നിന്നോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, എൻ്റെ പ്രവാചകന്റെ അതരത്തിൽ ഞാൻ ദൈവത്തിൻ്റെ വചനം കൊടുക്കും. പ്രൈസ് ഗോഡ്. വചനത്തെ ധ്യാനിപ്പാൻ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ മാറ്റമില്ലാത്ത വചനത്തെ പ്രവാചകനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ധ്യാനിക്കണം. വചനമാരാ? ദൈവമാണ്. ദൈവമാണ് നാവിൽ സംസാരിക്കുന്നത്, ഒരു പ്രവാചകനായി പുറത്തു വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്ത ഒരു പ്രവാചകന് പറയാൻ ദൈവം വചനം കൊടുക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 18-ാം അധ്യായം 20-ാമത്തെ വചനം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 20-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം തൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെയോ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെയോ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. ഒരു ഗോത്രത്തിൽ നിന്നും ദൈവം തെരഞ്ഞെടുത്ത സ്വർഗീയ വിളിയിൽ നിയമിക്കപ്പെട്ട ഒരു പ്രവാചകനോട് കർത്താവ് പറയാണ്, നീ ഒരു പ്രവാചകനാ, ശരിയാ, സ്വർഗീയ വിളിക്കകത്താ നിൽക്കുന്നത്, നിന്റെ നാവിൽ ഞാൻ വചനം തരും. പക്ഷെ ഒരു കാര്യം, നീ പ്രവചിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, നീ ഒരു പ്രവാചകനായി നിൽക്കുമ്പോൾ, നീ പ്രവചിക്കുന്ന സമയം ഒരു അഹങ്കാരത്തിൻ്റെ പദവും ആ ദേശത്തിൻ്റെ മ്ലേച്ഛതകളുടെ കൂട്ടുപിടിച്ച് നീ പ്രവചിച്ചാൽ നിനക്ക് മരണശിക്ഷയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം കൊടുക്കുന്ന വ്യവസ്ഥ ഉണ്ടോ? പ്രവാചകനെ തേടി ഒരു സമൂഹം വരും, പ്രവാചകന്മാരെ തേടി ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കാൻ ക്യൂ നിൽക്കും. എല്ലാം ശരിയാണ്. പക്ഷെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, പ്രവാചക നീ പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ അഹങ്കാരത്തോടെ, അസൂയയോടെ, നിന്റെ നാവിൽ നിന്നും അല്ലാത്ത ഒരു പ്രവചനം വന്നാൽ, അല്ലാത്ത പ്രവചനം എന്ന് പറയുന്നത് വചനം കൂടാത്തൊരു പ്രവചനം വന്നാൽ,
ഹല്ലേലൂയ. ജാതീയ മ്ലേച്ഛതകളുടെ കൂട്ടുപിടിച്ചു പ്രൈസ് ഗോഡ് നീ പ്രവചിക്കാൻ തുനിഞ്ഞാൽ പ്രൈസ് ഗോഡ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നീ മരണശിക്ഷ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പലവിധമാകുന്ന പ്രവാചക ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പ്രവാചകന്മാരിൽ ലിസ്റ്റാണ്. പ്രൈസ് ഗോഡ്. അവർ പ്രവചിക്കുന്നുണ്ടോ ശുശ്രൂഷിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനമല്ലാത്ത, ദൈവത്തിൻ്റെ വ്യവസ്ഥയല്ലാത്ത, ദൈവത്തിൻ്റെ താല്പര്യമല്ലാത്ത പ്രവചനം പ്രവാചകന്റെ നാവിൽ നിന്നും വന്നാൽ പ്രൈസ് ഗോഡ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, അവന് ഞാൻ മരണശിക്ഷ കൊടുക്കും. ഓ സ്തോത്രം. ഇത് പറയുമ്പോൾ 21-ാമത്തെ വചനം തിരിച്ച് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് മ്ലേച്ഛതകളുടെ നടുവിൽ, അഹങ്കാരത്തിൻ്റെ നടുവിൽ, അസൂയയുടെ നടുവിൽ നിന്നുള്ള പ്രവചനം എന്തെന്ന് എങ്ങനെയാണ് ജനം ഗ്രഹിക്കുന്നതെന്ന് 21-ാമത്തെ വചനം പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, അത് യഹോവേ അരുളി ചെയ്യാത്ത വചനമെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ. കണ്ടോ, ആകാത്ത പ്രവചനമാണ് വരുന്നത്, ആകാത്ത ദൂതാണ് വരുന്നത്, പേടിപ്പിക്കുന്ന ദൂതാണ് ഒരുവനിൽ നിന്നും വരുന്നതെന്ന് എങ്ങനെ അറിയാം? പ്രൈസ് ഗോഡ്. 2-3 മാസത്തിന് മുമ്പ് നമ്മുടെ അടുത്തൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ വിളിച്ചിട്ടാ പോകുന്നത്. അവർ പേടിച്ച്, 2 ആൺപിള്ളേര്, അപ്പൻ അമ്മ, എസ്റ്റേറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവർ പേടിച്ചിരിക്കുകയാണ്, ഭയങ്കര ഭയം. കർത്താവിൻ്റെ കൃപയാൽ നല്ല ബന്ധം പുലർത്തുന്ന നല്ലൊരു ഫാമിലിയാണ്. ചെന്ന് ഇപ്പോൾ അവർ കരയുവാണ്. അപ്പനാണ് ഭയങ്കര ടെൻഷൻ. അവരങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. മൂത്തയാള് റൂമിലിരിക്കുന്നു, ഇളയാള് നിന്ന് കരയുന്നു. ഭയങ്കര വിഷമം. പ്രൈസ് ഗോഡ്. ചായ കുടിച്ചു. എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വന്നപ്പോൾ ഈ അന്തരീക്ഷം അല്ലായിരുന്നല്ലോ. വീണ്ടും അകത്ത് ഭയങ്കര എന്തൊക്കെയോ ക്ലൈമറ്റ് മാറുന്നു. എന്താ നിങ്ങളുടെ കാര്യം? എന്താ നിങ്ങൾ തുറന്നു പറയാൻ പറഞ്ഞപ്പോൾ ആ സഹോദരി, ആ ചേച്ചി പറയാണ്, അടുത്ത മാസം എൻ്റെ ഇളയ മോന് 21-ാമത്തെ പിറന്നാളാണ്. അതായിക്കൊള്ളട്ടെ, കേക്ക് മേടിക്കണം, സന്തോഷിക്കണം, പ്രാർത്ഥന വെക്കണം. അതല്ല പാസ്റ്റർ, ഒരു പ്രവാചകൻ വന്നു ചെന്നൈയിൽ നിന്നും, സഭയിൽ പ്രസംഗിച്ചു. പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോൻ, ഇളയ മോനായ ജയ്സന്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, 21-ാമത്തെ വയസ്സിൽ നീ മരിച്ചു പോകും. നന്നായി പഠിക്കുന്ന ഒരു സഹോദരൻ, കുഞ്ഞ്, എസ്റ്റേറ്റ് മേഖലയിലാണ് അപ്പനമ്മമാർ ജോലി ചെയ്യുന്നത്. പ്രൈസ് ഗോഡ്. സ്പോർട്സിൽ നല്ല കരുത്തുറ്റ പ്രകടനം നടത്തുന്ന നല്ല മോൻ, അനുസരണമുള്ള മോൻ, 21-ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ് പ്രവാചകൻ കടന്നുപോയി. അന്നത്തെ ശുശ്രൂഷകൾ അവർക്ക് വെറും ശപിക്കപ്പെട്ട ശുശ്രൂഷകളാണോ, ഹൃദയവേദന നിറഞ്ഞ ശുശ്രൂഷകളാണോ പറയാൻ പറ്റാത്ത സാഹചര്യം ആ സഭയിൽ നടന്നു. ഞായറാഴ്ച പ്രവചിച്ചിട്ട് പ്രവാചകൻ ആ പ്രവചനത്തിൻ്റെ കൺക്ലൂഷൻ ചെയ്യാതെ താൻ യാത്ര തിരിച്ചു. ഈ പ്രവചനം കേട്ട ഈ കുടുംബം, ഈ പ്രവചനം കേട്ട ഈ കുഞ്ഞ് നെടുവീർപ്പും, പഠിക്കാൻ കഴിവില്ലാത്തവനായി, ഒരു ഉത്സാഹമില്ലാത്തവനായി, അടുത്ത മാസം മരിക്കുമെന്ന ചിന്ത ഹൃദയത്തിൽ വളർത്തിക്കൊണ്ട് വന്നു. ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത് സന്തോഷത്തോടെയല്ല, ഭയങ്കര ദുഃഖം പേറിക്കൊണ്ട് പോവുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, അറുക്കുവാനും മുടിക്കുവാനും കള്ളൻ പിശാച് വരുന്നു. എന്നാൽ വിശുദ്ധ വചനം പറയുന്നു, കർത്താവ് വരുന്നതോ ജീവനും സമൃദ്ധിയായ ജീവനും കൊടുക്കാനാണ്. ഹല്ലേലൂയ. സമൃദ്ധിയുടെ ജീവനാണ് ഒരുവനിൽ നിന്നും വരേണ്ടത്.
പ്രൈസ് ഗോഡ്. ശാപവാക്കുകളും ഹല്ലേലൂയ ആമേൻ ഹൃദയ നുറുക്കിന്റെ വാർത്തകളും പ്രൈസ് ഗോഡ് ആമേൻ ഹൃദയവേദനയുടെ മെസ്സേജുകളും ഹൃദയവേദനയുടെ പ്രവചനവുമെല്ലാം വിളിയുള്ളവന്റെ അതിരത്തിൽ നിന്നും വരേണ്ടത്. സ്തോത്രം. ഉപ്പിന രുചി വരുത്തുന്ന ഭാഷകൾ, കൃപാവരത്തിന്റെ ഭാഷകൾ, ദൈവവചനത്തിന്റെ ഭാഷകൾ, ലാവണ്യ വാക്കുകൾ ഒരു പ്രവാചകന്റെ അതിരത്തിൽ നിന്നും വരണം. പ്രൈസ് ഗോഡ്. ഞാൻ ആ സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. ഒന്നും സംഭവിക്കത്തില്ല. ആ പ്രവചനത്തെ നിങ്ങൾ എന്തിനു വിശ്വസിച്ചു? ആ പ്രവചനത്തെ നിങ്ങൾ എന്തിന് ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് നടന്നു? ഹല്ലേലൂയ. കേൾക്കണോ ദേവദാസന്മാരെ, ആ മോന്റെ പിതാവ് മാനസികമായ ചില രോഗത്തിന് അടിമയായി മാറി. ആ മനുഷ്യൻ അന്ന് മുതൽ ഭയങ്കര ചിന്തയാണ്. ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ആ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മണിക്കൂറുകൾ നിൽക്കും. വീടിൻ്റെ അകത്ത് ഭയങ്കര കലഹങ്ങളായി മാറി. എന്നറിയാമോ, ഒരു കുടുംബത്തിലേക്ക് ദൈവദാസൻ വന്ന് വചനമല്ലാത്ത, ദൈവിക ജീവനല്ലാത്ത ഒരു പ്രവചനം പ്രവചിച്ചത് മൂലം ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ പിശാച് കാർന്നു നിന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവകൃപയാൽ ഇന്ന് ആ കുഞ്ഞ് 24-25 വയസ്സായി. സ്തോത്രം. ദൈവകൃപയാൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ആദരത്തിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളും ദൈവത്തിന്റെ കൃപാവരത്തിനും ദൈവിക വചനത്തിനും ഉതകുന്നതായിരിക്കണം. പ്രൈസ് ഗോഡ്. ജനം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു പ്രവാചകൻ പ്രവചിക്കുന്നതെന്ന് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, വചനമല്ലാത്ത, വചനത്തിന് വ്യവസ്ഥയല്ലാത്ത ഒരു പ്രവചനവും പ്രവചനമല്ല. പ്രൈസ് ഗോഡ്. നീ മരിക്കും. പ്രൈസ് ഗോഡ്. അത് പ്രവചനമല്ല. യേശു വന്നത് ജീവൻ തരാനും സമൃദ്ധിയായി ജീവൻ തരാൻ വേണ്ടിയാണ് വന്നത്. സമൃദ്ധിയുടെ ജീവനാണ് ഒരു പ്രവാചകന്റെ അതരത്തിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഒരു സഭയെ, ഒരു കുടുംബത്തെ, ഒരു ദേശത്തെ ബിൽഡപ്പ് ചെയ്യുന്നത്, വളർത്തിക്കൊണ്ട് വരുന്നത് പ്രവാചകന്റെ ഡ്യൂട്ടിയാണ്. കാരണം അവൻ ദൈവശബ്ദം കേട്ടിട്ട് ജനത്തോട് അറിയിക്കുക. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജനത്തോട് അറിയിക്കുന്നവനാണ് പ്രവാചകൻ. ഈ പ്രവാചകൻ ശാപത്തിന്റെ പദം പറഞ്ഞാലോ, ദുഃഖകരമായ അവസ്ഥകളുടെ വാക്കുകൾ ഉരുവിട്ടാലോ, ആ കുടുംബം, ആ ഏറിയ ഹല്ലേലൂയ ഒരിക്കലും നന്നാകത്തില്ല. ഒരിക്കലും മേത്രമായ അനുഭവത്തിലേക്ക് വരത്തില്ല. ഒരു പ്രവാചകൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഒരുവനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നവനായിരിക്കണം, ഒരുവനെ ഉയർത്തുന്നവനായിരിക്കണം, ഒരുവനെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം. ആമേൻ. സാരമില്ല, പോട്ടെ. ആമേൻ. അതിനെ ജയിക്കാൻ, അതിനെ ഹല്ലേലൂയ ജയിച്ചു മുന്നേറാൻ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞൊരു പ്രവാചകൻ ഒരുവനെ ഉണർത്തുന്നവനായിരിക്കണം. അപ്പോൾ പ്രവചനം, വചനമില്ലാത്ത പ്രവചനം ആരും സ്വീകരിക്കാൻ കഴിയില്ല. സ്വീകരിക്കരുത്. ദുഃഖകരമായ പ്രവചനം നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളെ തളർത്തിക്കളയുന്ന പ്രവചനം നിങ്ങൾ സ്വീകരിക്കരുത്. പ്രൈസ് ഗോഡ്. ചില തെറ്റുകളെ തിരുത്തി ദൈവഭാഗത്തേക്ക് റൂട്ട് മാറ്റി വിടുന്ന പ്രവചനമുണ്ട്. പ്രൈസ് ഗോഡ്. ഇപ്പൊ പോകുന്ന ജീവിതം കൊണ്ട് പോയാൽ നിങ്ങൾ നശിക്കും. ദൈവഭാഗത്ത് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രോബളങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവവ്യവസ്ഥയോടുകൂടി പ്രവചിക്കാം. ഒരപ്പന് 2 മക്കൾ. ഇളയവൻ അപ്പനോട് ചോദിക്കുകയാണ്, വസ്തുവകയിൽ പാതി എനിക്ക് തരണം, സ്വത്തിന്റെ പാതി തരണം, പണം തരണം. അപ്പൻ കൊടുത്തു. പക്ഷെ ആ സ്വത്ത് മേടിച്ചുകൊണ്ട്, ആ പണം മേടിച്ചുകൊണ്ട് ദൈവവ്യവസ്ഥയെ തെറ്റിച്ചവൻ പോയി. അവന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. അവന്റെ കയ്യിൽ നിന്ന് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. പ്രൈസ് ഗോഡ്. അവന്റെ കയ്യിൽ നിന്ന് ഹല്ലേലൂയ അവന് മേത്തരമാകുന്ന ഡ്രസ്സുകളും മേത്തരമായ വാഹനങ്ങളും കാണും. അതെല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ വ്യവസ്ഥ അവൻ തെറ്റിച്ചപ്പോൾ അവന്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് അവൻ എവിടെ പോയാലും ക്ലച്ച് പിടിക്കുന്നില്ല. എവിടെ പോയാലും അവന് നന്നാകാൻ പറ്റുന്നില്ല. ലാസ്റ്റ് അവൻ പന്നിയുടെ ആഹാരം പോലും അവന്റെ നാവ് കൊണ്ട് ടേസ്റ്റ് നോക്കത്തക്ക നിലയിൽ അവനായി. പ്രൈസ് ഗോഡ്. പക്ഷെ ദൈവം അവിടുന്ന് അവനെ പിടിച്ചു. ഹല്ലേലൂയ. അപ്പന്റെ പ്രാർത്ഥന കൊണ്ട് അവൻ അവിടുന്ന് കരേറി വന്നു. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയെന്ന് പറയത്തക്ക നിലയിൽ അവന്റെ ഹൃദയത്തെ മാനസാന്തര അവസ്ഥയിലേക്ക് ദൈവം മാറ്റി.
തെറ്റിലേക്ക് പോകുന്നവനെ ദൈവഭാഗത്തേക്ക് തിരിക്കാൻ പ്രവചനം ഉതകും. ദൈവവ്യവസ്ഥയോട് മറുതലിച്ച് ജീവിക്കുന്നവനെ ഒരിക്കൽ കൂടി ദൈവമുഖത്തേക്ക് തിരിക്കാൻ പ്രവചനം നന്നായിരിക്കും. പക്ഷേ ദുഃഖകരമായും നാശത്തിലേക്കും പോകുന്ന പ്രവചനം വചനവിരുദ്ധമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. വചനമില്ലാത്ത പ്രവചനം, വചനമില്ലാത്ത ദൂത്, വചനമില്ലാത്ത ശുശ്രൂഷകൾ അല്ല എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന് 22-ാമത്തെ വചനം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളി ചെയ്യുന്നതല്ല. യഹോവയുടെ നാമത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും പ്രവചനം ഒത്തുവരുന്നില്ലെങ്കിൽ അത് കർത്താവ് സംസാരിക്കുന്നതല്ലെന്ന്. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രവാചകൻ അത് സ്വയം കൃത്യമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ഉണ്ടോ? ആ പ്രവാചകൻ വശം പോലെ നിങ്ങളെ പേടിപ്പിക്കാൻ, നിങ്ങളിൽ എന്തോ ഒന്ന് കണ്ട് അവൻ്റെ കയ്യിൽ വരാൻ തക്കവണ്ണമുള്ള പ്രവചനമാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം പറയുന്നു, നിങ്ങൾ പ്രവാചകന്മാരെ, ശുശ്രൂഷകന്മാരെ, പ്രൈസ് ഗോഡ്, നിങ്ങൾ ആരെയും പേടിപ്പിക്കരുത്, നിങ്ങൾ പേടിക്കരുത്. നിങ്ങളെ തളർത്തിക്കളയുന്ന, നിങ്ങളെ മുട്ടുകുത്തിക്കുന്ന, നിങ്ങളെ വേദനപ്പെടുത്തുന്ന, നിങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ശുശ്രൂഷകളെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ലൈവിലൂടെ പറയുന്നു, നിങ്ങൾ പേടിക്കരുത്. കർത്താവ് വന്നത് ജീവൻ നൽകാനും സമൃദ്ധിയായി ജീവൻ നൽകാൻ വേണ്ടിയാ. പ്രൈസ് ഗോഡ്. ആ സമൃദ്ധിയുടെ ജീവൻ മുറുകെ പിടിച്ചോണം. സമൃദ്ധിയുടെ ജീവൻ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റോണം. എന്നിട്ട് പറയണം, ഞാൻ തളരത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. പ്രൈസ് ഗോഡ്. ഈ പ്രഭാതത്തിൽ ഈ 11:30 സമയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുന്നു. നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരാൻ കർത്താവ് ശക്തനാണ്. ദീർഘായുസ് കൊണ്ട് ദൈവം നിങ്ങളെ തൃപ്തി വരുത്തും. നിങ്ങളുടെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം ജോലി കൊടുക്കും. നിങ്ങളുടെ തലമുറകൾക്ക് ദൈവ യാത്രകൾ ഒരുക്കും. നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും. ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കൃഷി സമ്പത്ത് ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ മൃഗസമ്പത്ത് ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ യാത്രകൾ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ശുശ്രൂഷയിൽക്ക്, നിങ്ങളുടെ കേൾവിക്ക് സ്തോത്രം, നിങ്ങളുടെ ഹൃദയത്തിന്, നിങ്ങളുടെ സഭയ്ക്ക് ഹല്ലേലൂയ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ദൂതുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. The name of Jesus. ഒരു ആത്മീയ നിറവും ഭൗതിക നിറവും നിങ്ങൾ അനുഭവിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. ഒരുമിച്ച് നിങ്ങൾ ആത്മീയ ശുശ്രൂഷകൾ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ മക്കളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സഭയെല്ലാം ഒരുമിച്ച് നിങ്ങൾ അനുഗ്രഹമായി, മേത്തരമായി, ആറ്റിരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഫലം കായ്ക്കത്തക്ക നിലയിൽ നിങ്ങൾ അനുഗ്രഹിക്കാൻ പെടാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങൾ തളരത്തില്ല, നിങ്ങൾ വീണു പോകത്തില്ല, നിങ്ങൾ കണ്ണുനീരിൽ ആകത്തില്ല. നിങ്ങളുടെ കണ്ണുനീരിനെ നൃത്തമാക്കുന്ന ദൈവം, നിങ്ങളുടെ ദുഃഖത്തെ യേശു കർത്താവ്, നിങ്ങളുടെ വിലാപത്തെ സന്തോഷകരമാക്കി മാറ്റുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഓരോരുത്തരും പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടുകയില്ല, കർത്താവ് എൻ്റെ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഒരു പ്രവാചകനായിരിക്കാം, ഒരു ശുശ്രൂഷകനായിരിക്കാം, കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു ഒരു ദൈവ പൈതലായിരിക്കാം. കർത്താവേ, ഇവരെ നീ ആശീർവദിക്കണമേ. ദൈവ ശുശ്രൂഷകളെ കൊണ്ട് ഇവരെ പരിപോഷിപ്പിക്കണമേ. ഇവരായിരിക്കുന്ന സഭ, ദേശം, കുടുംബമെല്ലാം വളരെ 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 അനുഗ്രഹിക്കപ്പെടണമേ. ആറ്റിരികത്ത് നട്ടിരിക്കുന്ന ഒരു വിഷം എങ്ങനെ പുഷ്ടിയുള്ളതായി ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയോ 24 മണിക്കൂറും 365 ദിവസവും ഇവരിൽ നിന്നും ദൈവിക ഫലങ്ങൾ പുറത്തു വരട്ടെ, ദൈവിക നന്മകൾ പുറത്തു വരട്ടെ.
ഇവരെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസത്തിൽ, യാത്രകളിൽ, ഇവരെ ബിസിനസ്സിൽ, കർത്താവേ ഇവർ ഏതൊക്കെ മേഖലയിലാണോ കൈവെക്കുന്നതെല്ലാം അനുഗ്രഹമാകട്ടെ. ദുഃഖ സാഹചര്യമുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ, കണ്ണുനീരൊരുക്കുന്ന സ്തോത്രം ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇവർ കാലിൽ ചവിട്ടുമ്പോൾ തന്നെ ആ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. വലിയ നന്മ കൊണ്ട് ഇവർ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇവരാൽ ഇവരെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നുള്ള തിരുവചനത്തിൽ അവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹാമൻ അബ്രഹാമിനോട് പറഞ്ഞ അതേ ദൂതിനെ ഞാൻ കൈമാറുന്നു. ഹാലേലൂയ. അബ്രഹാമെ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ക്രിസ്ത്യൻ രാജീവ് പുനലൂർ, കർത്താവെ തൻ്റെ ദാസന്മാരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ആരൊക്കെ ലൈവിലുണ്ടോ അവരൊക്കെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വം എല്ലാം അപ്പാ അങ്ങേക്ക് തന്നെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നെഗറ്റീവായ ഒരു ദൂതുകളും നെഗറ്റീവായ ഒരു ശബ്ദങ്ങളും കേൾക്കാതിരിക്കുക. ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കാതിരിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും ദൈവകൃപാവരത്തിൻ്റെയും ദൈവ ശുശ്രൂഷയുടെയും ഒരു നിറകൂട്ടായി നിങ്ങൾ ഒരുമിച്ച് ആസ്വദിക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.